അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി, അങ്ങനെ പോസ്റ്റ് ചെയ്യാണ്. പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ജനാസയുടെ മുഖം അത് ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റുമോ എന്നത് എനിക്കറിയില്ല. എങ്ങനെയാലും ഇതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ മുഖം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇത് കണ്ടിട്ട് പറയാതെ ഇരിക്കാൻ വയ്യ. മഹാന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാർ വഫാത്താകുമ്പോൾ അവർ പൂർണ്ണ ഈമാനോടുകൂടെ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് വഫാത്തായി കിടക്കുമ്പോൾ തന്നെ പുഞ്ചിരി തൂകിക്കൊണ്ട് കിടക്കുന്ന രംഗങ്ങൾ നാം പലപ്പോഴും കേട്ടതുമാണ്, കണ്ടതുമാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. നമ്മൾ സത്യത്തിലാണ്, സത്യത്തിന്റെ പാതയിലാണ്, യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളാണ്, നമ്മുടെ വിശ്വാസം യഥാർത്ഥ ഇസ്ലാമാണ് എന്ന് പറഞ്ഞു. യുദ്ധക്കാരോട് മഹാന്മാരാ സമസ്ത ഉലമാക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കഴിക്കുന്നവരാണ്, മീലാദ് കഴിക്കുന്നവരാണ്, കുത്തുബിയത്ത് കഴിക്കുന്നവരാണ്, ഇസ്തിഗാസ് നടത്തുന്നവരാണ്, മഹാന്മാരോട് സഹായത്താട്ടം ചെയ്യുന്നവരാണ്, ചെയ്യാൻ പഠിപ്പിക്കുന്നവരുമാണ്. അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ശിർക്കും ബിദഅത്തുമാണെന്ന് പറയുന്ന തള്ളുന്നതോ അതെല്ലാം ഇസ്ലാമിന്റെ മഹാന്മാരായ ഇമാമിയങ്ങൾ കാണിച്ചു തന്ന സ്വഹാബത്തിന്റെ പിന്തുണയുള്ള, ആരംഭ റസൂലുള്ളാഹി തങ്ങളെ പിന്തുണയുള്ള ഹബീബ് നബി തങ്ങൾ ചെയ്തു പോന്ന കാര്യങ്ങൾ ആണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച്, അതൊക്കെ സുന്നത്താണെന്ന് പഠിപ്പിച്ച മഹാന്മാരായ പണ്ഡിതന്മാരായ ഉലമാക്കളുടെ ജനാസയാണ് ഈ കാണുന്നത്. ഇവരെല്ലാം വഫാത്താകുമ്പോൾ പുഞ്ചിരിച്ച് വഫാത്തായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല, സത്യത്തിൽ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയാൻ പാടില്ല, അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നീചന്മാരായ വഹാബ്, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് പോലുള്ള പുത്തനാശയക്കാർ, മഹത്തുക്കളായ മഹാന്മാരായ ഔലിയാക്കന്മാരെ തെറി പറയുന്ന നിങ്ങളൊക്കെ നിങ്ങളെ ആക്കിബത്ത് സൂക്ഷിക്കണം. ഇവരൊക്കെ തെറി പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരു നിസ്കാരം 5 നേരം നിസ്കരിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടുകയില്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിച്ച് അവിടുത്തെ ജന്മദിനത്തിൽ പോലും സന്തോഷിക്കാൻ പാടില്ല, അങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കൽ തെറ്റാണ്, അത് ബിദ്അത്താണ് ഒക്കെ പ്രചരിപ്പിക്കുന്ന നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളെ ആക്കിബത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതെയും ബഹുമാനിക്കാൻ കൽപ്പിച്ചതിനെ ബഹുമാനിക്കാതെയും തെറി പറഞ്ഞ് നടന്നാൽ വഹാബികളെ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന മഹത്തുക്കളായ ഞങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇതിപ്പോ ഇന്ന് വന്ന കാര്യങ്ങൾ മാത്രം ഇവിടെ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ ജീവിച്ച് പോന്ന ആര് നിങ്ങൾ എടുത്തു നോക്കിക്കോ, അവരെല്ലാം ആക്കിബത്ത്
അന്തസ്സോടെ പുഞ്ചിരിച്ചു കൊണ്ടാണ്. മരണശേഷവും ഇന്നും തെളിവുകൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് വന്ന ആ സംഭവം ഉണ്ടല്ലോ, അടിയിലെ ഫോട്ടോ കണ്ടതാ. അപ്പം ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. വഹാബികൾ അങ്ങനെ വഹാബിയാണ് ശരിയെന്ന് ഉള്ള വല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ, നിഷ്പക്ഷമായി നിൽക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ നെഞ്ഞത്ത് കൈവച്ച് ആലോചിച്ചോ. മുത്ത് നിബിധങ്ങളെ കൊച്ചാക്കിയിട്ട് അവിടുത്തെ മദ്ഹ് പറയാതെ മഹാന്മാരെ തെറി പറഞ്ഞിട്ടൊന്നും ആരുടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച്, മഹത്തുക്കളൊക്കെ ബഹുമാനിച്ച് ആദരിച്ച് അവരൊക്കെ മദ്ഹ് പറഞ്ഞ് ഹബീബിനെ നെഞ്ചിലേറ്റിക്കൊണ്ടല്ലാതെ ആരും ഇവിടെ രക്ഷപ്പെടുകയില്ല. ഇതൊക്കെ ഒരു തെളിവാണ്. നെഞ്ഞത്ത് കൈവച്ച് ആലോചിച്ചോളി. അള്ളാഹു യഥാർത്ഥ ഇസ്ലാമിൻ്റെ വാഹകന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽ ഉൾപ്പെടുത്തി അന്തസ്സോടെ മരണസമയം അത് ഏറ്റവും സുന്ദരമായി മരിക്കുവാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.